ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രധാനപ്പെട്ട വചന സന്ദേശം വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. എല്ലാ ദൈവമക്കൾക്കും ഈ വചന സന്ദേശം അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. അതുപോലെ വചനവും വചന സന്ദേശവും അതുപോലെ തന്നെ ദൈവവചനവുമാണ് ഇന്ന് ബ്രദർ തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി, അഭിഷേകമായി തീരാൻ വേണ്ടി ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. ഹെറോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലേക്കെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറൂസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിൽ നിയമജ്ഞരെയും വിളിച്ചു കൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദായിലെ ബത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദായിലെ ബത്ലഹേമോ, നീ യൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രയേലിനെ നയിക്കുന്നവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബത്ലഹേമിലേക്ക് അയച്ചു കൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിന്റെ മരണം വരെ അവർ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് രോഷാകുലനായി. അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ആ ജനനം അറിഞ്ഞ ഹെറോദോസ് രാജാവിന് അസ്വസ്ഥതയും മനസ്സിൽ ഭാരങ്ങളും തുടങ്ങുന്നു. കാരണം പുതിയൊരു രാജാവ് വന്നാൽ അധികാരത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് പുതിയൊരു രാജാവ് വരാൻ പാടില്ല. അപ്പോൾ വരാൻ പാടില്ല എന്നത് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ കണ്ടെത്താത്ത അവസ്ഥയിൽ അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നെടുക്കുന്ന ഒരു ദൃശ്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അധികാരത്തിൻ്റെ ആ ഒരു വ്യാമോഹമാണ് നമുക്ക് ഹെറോദോസിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം അതുപോലെ തന്നെ അധികാരത്തിലോ ദ്രവ്യമോഹത്തിലോ ആഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റുക. അതുപോലെ തന്നെ
ഹെറോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രയേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസായാണ് പിതാവിനെ ഹെറോദോസിന്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലിയ പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. കാരണം യേശുക്രിസ്തുവിനെ നസ്രായനായ യേശുക്രിസ്തു എന്ന് വിളിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് ഇവിടെ ഒരു വലിയൊരു സന്ദേശമായിട്ട് തരുന്നത്. നസ്രായൻ എന്ന് വിളിക്കപ്പെടാൻ കാരണം നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ പാർത്ത ആ ഒരു ഐതിഹ്യമാണ് നസ്രത്ത് എന്ന പട്ടണത്തിൻ്റെ പ്രാധാന്യം. അതാണ് നസ്രത്ത് എന്ന ആ വ്യാഖ്യാനവും ആ അർത്ഥത്തിനും ആ പേരിനും ആ പ്ലേസിനും അങ്ങനെ ഒരു പേര് വന്നത്. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു വാസം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. യേശുവിൻ്റെ ആ വലിയൊരു അത്ഭുതവും അടയാളങ്ങളും ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കൃത്യമായിട്ട് മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അധികാരമൊക്കെയായ ഹെറോദോസ് രാജാവിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഈ ബൈബിൾ അധ്യായത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ കൊന്ന് യേശുക്രിസ്തുവിനെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായവന് മരണമാണ് അവസാനമായി അന്ത്യവിധിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനുശേഷമാണ് പിന്നീട് തിരിച്ച് ഈജിപ്തിലേക്ക് വരുന്നതും ഇസ്രയേൽ ദേശത്ത് നിന്ന് മടങ്ങുന്നതൊക്കെയായുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ തമ്പുരാന്റെ ആ വചനത്തെ ഓർത്ത് നമുക്ക് സ്വർഗീയ പിതാവിനോട് പരിശുദ്ധ അമ്മ മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും 1 മിനിറ്റ് അമ്മയോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം.